അഡ്വക്കേറ്റ് പ്രേംകുമാർ, യഥാർത്ഥത്തിൽ ഈ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ വിഷയം ധൻരാജ് രക്തസാക്ഷി ഫണ്ട് എങ്ങനെ പാർട്ടി തട്ടിച്ചു അല്ലെങ്കിൽ പാർട്ടിയിലെ ചില നേതാക്കൾ തട്ടിച്ചു എന്നുള്ള ആരോപണം, അതുമായി ബന്ധപ്പെട്ട് നടന്നതാണല്ലോ പ്രതിഷേധം. അവിടെയാണല്ലോ ഈ നിഷാദ് എന്ന് പറഞ്ഞ 20 വർഷം തടവ് ശിക്ഷ വിധിക്കപ്പെട്ടയാൾ പ്രകടനത്തിൽ പങ്കെടുത്തത്. ഈ വിഷയമൊക്കെ ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായും കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച വിഷയം കൂടി ചർച്ചയ്ക്ക് വരും എന്നതാണോ യഥാർത്ഥത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതേയില്ല എന്ന തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം? ഞാൻ ആദ്യം ഇവിടെ പ്രതികരിച്ച ചില വിഷയങ്ങളോടൊന്ന് പറഞ്ഞു പോവാം. അതിലൊന്ന്, എന്നാണ് ഇതിലെ പ്രതിക്ക് പരോൾ അനുവദിക്കുന്നത്? ജനുവരി 8-നാണ്. ജനുവരി 8-ന് ശേഷം അസംബ്ലി ചേർന്നിട്ടില്ലേ? ഇദ്ദേഹത്തിന് പരോൾ അനുവദിച്ചത് നിയമപരമല്ല എന്നാണോ UDFന്റെ വാദം? എങ്ങനെയാണ് ഒരു ശിക്ഷിക്കപ്പെട്ടയാൾക്ക് പരോൾ അനുവദിക്കുന്നത്? പരോൾ എന്ന് പറഞ്ഞാൽ ലീവാണ്. സാധാരണ ലീവും ഉണ്ട്, അടിയന്തര സാഹചര്യത്തിൽ അനുവദിക്കുന്ന പ്രത്യേക ലീവും ഉണ്ട്. 2 വർഷം ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് 2 വർഷത്തിന് ശേഷമേ ലീവ് തന്നെ അനുവദിക്കുകയുള്ളൂ. TK രജീഷ് എത്ര കാലം ജയിലിൽ കിടന്നു? അയാൾക്ക് TK രജീഷ് മാത്രമല്ല, ഞാനിവിടെ ഒരു പേര് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ആ പേര് പറയാൻ, നിലവിൽ 7 വർഷത്തിലേറെ ജയിലിൽ കിടന്നയാളാണ്. അവർക്ക് സാധാരണ നിലയിൽ ലീവിന് അനുവദിക്കാൻ, പരോളിന് അനുവദിക്കാൻ അപേക്ഷ കൊടുക്കാൻ പറ്റും. ആ അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലീവ് അനുവദിക്കുന്നു. 3 വർഷം ശിക്ഷയുടെ 1/3 അതല്ലെങ്കിൽ 2 വർഷമോ ജയിലിൽ കിടന്ന ഏതൊരാൾക്കും ലീവിന് അപേക്ഷിക്കാൻ പറ്റും. ഇത് രാജ്യത്തുള്ള നിയമമല്ലേ? UDFന് പ്രത്യേകമായ താല്പര്യമുള്ള കേസുകളിലെ പ്രതികൾക്ക് പരോളെ അനുവദിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? എത്ര ദിവസം വരെ പരോള് കൊടുക്കാൻ പറ്റും? സർക്കാർ ഇളവ് ചെയ്ത് 30 ദിവസം കൊടുക്കാൻ, ജയിൽ മേധാവികൾക്ക് ഒന്നുകിൽ 5 അല്ലെങ്കിൽ 10, അങ്ങനെ മാക്സിമം പരോളിന്റെ ടൈം 45 ദിവസമാണ്. 45 ദിവസത്തിൽ കൂടുതൽ ഒരൊറ്റ ദിവസം കേരളത്തിലെ ഏതെങ്കിലും കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഇവിടെ 2000 1/2000 എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ട്. 1/2000 നമ്പർ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, കോവിഡ് കാലത്ത് പ്രതികൾക്ക് പ്രത്യേകമായ ലീവ് അനുവദിക്കാം. 2 ഘട്ടമായി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള പല പ്രതികൾക്കും എന്നതുപോലെ കേരളത്തിലെ പ്രതികൾക്ക്, ഈ കേസിലെ പ്രതികൾക്ക് 655 ദിവസം അന്ന് ലീവ് അനുവദിച്ചു. അതിൽ 271 ദിവസം ജാമ്യമായിട്ട് കണക്കാക്കാന്ന് പറഞ്ഞു. ജാമ്യമായിട്ട് കണക്കാക്കിയാൽ ആ ദിവസം കൂടുതൽ ആ തടവുകാർ ശിക്ഷ അനുഭവിക്കണം. വീണ്ടും 271 ദിവസം കൂടി ശിക്ഷ അനുഭവിക്കണം. ഈ 655 ദിവസം സ്പെഷ്യൽ ലീവ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അഥവാ ആ തീരുമാനപ്രകാരം കോവിഡ് സ്പെഷ്യൽ ലീവ് അനുവദിച്ചത് കൂടി ചേർത്താണ് ഈ 1000 കണക്കിന് ലീവിന്റെ 1000 ദിവസത്തിലധികമുള്ള ലീവിന്റെ കണക്ക് പറയുന്നത്. അതിലെ 271 ദിവസം മാത്രമാണ് ജാമ്യമായിട്ട് കണക്കാക്കുന്നത്. അത് സ്വാഭാവികമായും അധികം തടവിൽ കടക്കുകയും വേണം. ഇതല്ലേ വസ്തുത? അപ്പോൾ ഇവിടെ ജനുവരി 8-ന് പരോളിൽ വന്ന ഒരാൾ, അയാൾ നടത്തിയിട്ടുള്ള ഏത് നിയമവിരുദ്ധമായ പ്രവർത്തനത്തെയും CPI ന്യായീകരിക്കുന്നില്ല. ഒരൊറ്റ കേസേ കേരളത്തിലുള്ളൂ. ആ കേസിൽ UDFന്റെ എല്ലാ നിലയിലുമുള്ള താല്പര്യങ്ങൾ സംരക്ഷിച്ച്, നിലവിലുള്ള നിയമം ലംഘിച്ച് അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനേ പാടില്ല എന്ന സമീപനം, അങ്ങനെ ഒരു സമീപനം UDFനുണ്ടോ? ഉണ്ടെങ്കിൽ അവർ പറയണം. ഇപ്പൊ ഞാൻ പറയട്ടെ, AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ലീവ് കൊടുത്ത് അഥവാ സർക്കാർ തീരുമാനിച്ച് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്ത കേസുകളില്ലേ? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പ്രത്യേകമായി ഇളവ് ചെയ്തു കൊടുത്തിട്ടുള്ള കേസുകളില്ലേ? ഞാൻ അതിന്റെ രാഷ്ട്രീയമായ തലം ഈ സന്ദർഭത്തിൽ പറയണമെങ്കിൽ പറയാം. ഇവിടെ പക്ഷേ അത് തടയപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഒരു കാര്യം പറയൂ, ഈ നിഷാദ് എത്ര കാലം ജയിലിൽ കിടന്നു? 20 വർഷം തടവ് ശിക്ഷയാണല്ലോ. എത്ര ദിവസം അയാൾ ജയിലിൽ കിടന്നു എന്ന് അങ്ങേക്കറിയാം? അല്ല, ഞാനതില് ഒരാളുടെ മാത്രമല്ല, അത് പറയൂ. കാരണം ഏറ്റവും പുതിയതും ജയിൽ കിടന്ന വെറും 1 മാസമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 3 തവണയായി പരോൾ മാറ്റി ആവർത്തിച്ചു കൊടുക്കുന്നത്. അച്ഛന് തീരെ വയ്യ എന്നാവശ്യപ്പെട്ടാണ് ഈ പരോൾ നീട്ടിക്കൊടുത്തത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളം പറഞ്ഞ് പരോൾ നേടി രാഷ്ട്രീയ പ്രകടനത്തിൽ പങ്കെടുത്തത് ശരിയാണോ? അങ്ങ് പറയൂ. കുഞ്ഞികൃഷ്ണനെതിരായ പ്രതിഷേധത്തിൽ നിഷാദ് പങ്കെടുത്തത് ശരിയായ രീതിയാണോ? പരോളിൽ ഇറങ്ങിയ ഒരു പ്രതിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ഏത് ചട്ടപ്രകാരം? ഈ കോവിഡ് കാലത്ത് മാത്രമേ TP കേസിലെ പ്രതികൾ ഇറങ്ങിയിട്ടുള്ളൂ അങ്ങ് പറയുമ്പോൾ അങ്ങ് ഈ ചട്ടം ഒന്ന് പറയൂ.
അതെ, ഞാൻ ഒന്ന് പറഞ്ഞു മുഴുമിപ്പിക്കട്ടെ, അല്ലെങ്കിൽ താങ്കൾ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോളൂ, എന്നിട്ട് ഞാൻ പറയാം. നല്ലത് പറയും. എനിക്ക് നിഷാദിന്റെ സമയം ആദ്യം പറഞ്ഞാൽ പറഞ്ഞോളൂ. മതി, പ്രശ്നമില്ല. നിഷാദിന്റെ ആദ്യം പറഞ്ഞോളൂ. അല്ല, നിഷാദിന്റെ വിവരം നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും മതി. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിലെ ഗവൺമെന്റിന് ഒരു നിഷാദും ഇല്ല, ഒരു മനോജും ഇല്ല, ഒരു രതീഷും ഇല്ല. കേരളത്തിലെ ഗവൺമെന്റിന് ഒറ്റ കാര്യമുള്ളൂ. ഗവൺമെന്റിന് പരമാവധി അല്ല അങ്ങനെ ഞാൻ എങ്ങനെ പറഞ്ഞിട്ടാണ് കാര്യം ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അയാളുമായി ബന്ധപ്പെട്ടൊരു താല്പര്യമുണ്ട് അല്ലെ? അങ്ങനെ മത്സരിപ്പിച്ചയാൾ ഈ പറഞ്ഞ അച്ഛന് സുഖമില്ല, അടിയന്തരമായി പുറത്തിറങ്ങണം, അച്ഛനെ നോക്കണമെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിയോ തെറ്റോ എന്ന് അങ്ങേക്ക് ഇപ്പൊ പറയാമല്ലോ. സർക്കാരിന് പങ്കില്ലെങ്കിലും ഇതിലൊരു ധാർമ്മികമായ നിലപാട് അങ്ങേക്ക് പറയാമല്ലോ, അത് അങ്ങ് പറയൂ. എല്ലാറ്റിലും ധാർമ്മികമായ നിലപാടുണ്ട്, നിയമപരമായ നിലപാടുണ്ടെന്നേ. പറഞ്ഞോളൂ, രണ്ടും പറഞ്ഞോളൂ. ഇവിടെ പുറത്തിറങ്ങിയിട്ടുള്ള റിഷാദിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഗവൺമെന്റ് പ്രത്യേകമായിട്ടുള്ള പരോൾ ഇളവ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഗവൺമെന്റിന്റെ തീരുമാനമുണ്ടോ? ഏത് വ്യവസ്ഥ പ്രകാരമാണ് ഇയാൾക്ക് ജനുവരി 8-ന് പരോൾ അനുവദിച്ചത്? പരോൾ അനുവദിച്ചതിൽ കേരളത്തിൽ UDF പ്രതിഷേധമുണ്ടോ? അങ്ങനെ പരോൾ അനുവദിച്ചത് ശരിയായില്ല എന്ന്, ജനുവരി 8-ന്റെ പരോള് ശരിയായില്ല എന്ന അഭിപ്രായമുണ്ടോ? കേരളത്തിൽ ആകെ പരോൾ ലഭിക്കുന്നത് TP കേസിലെ പ്രതികൾക്ക് മാത്രമാണോ? ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികൾക്ക് മാത്രമാണോ? നിലവിലുള്ള ഏത് വ്യവസ്ഥയായാലും ശരി, ഒരു പ്രതി ശിക്ഷിക്കപ്പെട്ടാൽ പിന്നെ പുറത്തു വരാനേ പാടില്ല, അവർക്ക് ലീവ് അനുവദിക്കാനേ പാടില്ല എന്ന വ്യവസ്ഥ UDF-നുണ്ടോ? അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ, TP കേസിൽ സർക്കാരിന് പ്രത്യേക താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അരിഭക്ഷണം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. അങ്ങീ പറയുന്ന സജീവനെ ഏതെങ്കിലും കോളത്തിലിടണ്ട. എന്നെ ഇപ്പോൾ അങ്ങ് എന്നല്ല, നിരന്തരമായി നിങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ഇടുകയാണ്, പോട്ടെ, അത് അങ്ങ് എന്തെങ്കിലും ഒരു ചെയ്തോളൂ. ശ്രീ സജീവൻ പലപ്പോഴും CPM-ന് അനുകൂലമായി പ്രതികരിച്ചിട്ടുള്ള ആളാണല്ലോ. TP കേസിലെ പ്രതികൾക്ക് ഒരു ഇളവും ഒരു കാലത്തും ചെയ്തിട്ടില്ല എന്ന് അങ്ങേക്ക് നെഞ്ചിൽ കൈവച്ച് പറയാമെങ്കിൽ അങ്ങ് പറയൂ. TP കേസിലെ പ്രതികൾക്ക് ഗവൺമെന്റ് ഒരിളവും നൽകിയിട്ടില്ല. സർക്കാർ തീരുമാനിച്ച് പ്രത്യേകമായി ഏതെങ്കിലും നിലയിലുള്ള ഇളവ് നൽകിയിട്ടില്ല. 45 ദിവസത്തിൽ കൂടുതൽ TP കേസിലെ എന്നല്ല, കേരളത്തിലെ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതിക്കും അധികം ഒറ്റത്തവണയായി പരോൾ ലഭിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അങ്ങ് പറയൂ. ഇപ്പോൾ ഇവിടെ അനുവദിച്ച പരോളും ജനുവരി 8-ന് അനുവദിച്ചതാണ്. അത് ശരിയായിരുന്നെങ്കിൽ തൊട്ടടുത്ത ദിവസം പറയാമായിരുന്നു. കൊടിസുനിക്ക് 7 മാസത്തിനിടെ 60 ദിവസം പരോൾ എങ്ങനെയാ കിട്ടുക? കൊടിസുനിയുടെ കാര്യം പറയാം. കൊടിസുനിക്ക് 7 മാസത്തിനിടയിൽ 60 ദിവസം അങ്ങനെ ഗവൺമെന്റ് പ്രത്യേകമായി അനുവദിച്ചാണെങ്കിൽ താങ്കൾ പറയൂ. അല്ല, അത് ശരി. അങ്ങനത്തെ ഈ ചോദിക്കുന്നത് സർക്കാർ ഉത്തരവിട്ട് കടലാസ് ഇറക്കിയിട്ടാണല്ലോ ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നല്ലേ? കേരളത്തിലെ ഗവൺമെന്റ് ഈ പറയുന്ന പരോൾ നൈകൾ കൈക്കൂലി വാങ്ങിയ DIG-ക്കെതിരെ എപ്പോഴാണ് നടപടിയെടുത്തത്? ആ നടപടി എന്താണ്? കൈക്കൂലി വാങ്ങിയ ഒരു ഉദ്യോഗസ്ഥനെയും സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ ഏറ്റെടുക്കില്ല. സസ്പെൻഷനിലാണ്. DIG ആയാലും ശരി, ഏത് നിലയിലുള്ള ഉദ്യോഗസ്ഥരായാലും ശരി. ഈ ചട്ടപ്പടി മറുപടിക്ക് അപ്പുറം അങ്ങേക്ക് പറയാൻ പറ്റുമെങ്കിൽ അങ്ങ് പറയൂ. TP കേസിലെ പ്രതികളല്ലാതെ ഈ പറഞ്ഞ ജയിൽ വെച്ച് കൊട്ടേഷൻ പരിപാടികൾ നടത്തുക, അവിടെ നിന്ന് മൊബൈൽ ഫോൺ വിളിക്കുക, അവിടെ നിന്ന് കഞ്ചാവ് വാങ്ങിക്കുക, കഞ്ചാവ് വിൽപ്പനയുടെ പരിപാടികൾ നടത്തുക, പുറത്ത് പോലീസ് സംഘം നോക്കി നിൽക്കെ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരിക, വേറെ ഏതെങ്കിലും കേസിലെ പ്രതികൾ നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ അടുത്ത കാലത്തെങ്കിലും? അങ്ങേക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഈ പറയുന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രതികളും ഈ രൂപത്തിൽ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കൂ. അതിന് റോജി മറുപടി പറയട്ടെ. ഞാൻ പറയുന്നത്, ഏത് കേസിലെ പ്രതിയായാലും ഏത് തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നതിനെയും CPIM അനുകൂലിക്കുന്നില്ല. ചന്ദ്രശേഖരൻ വധക്കേസിൽ CPIM-ന് ബന്ധമില്ല എന്ന് CPIM-ന്റെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ട പ്രസ്ഥാനമാണ് CPIM. നിലവിലുള്ള വ്യവസ്ഥയനുസരിച്ച്, നിലവിലുള്ള നിയമം അനുസരിച്ച് UDF-നായാലും ഏത് പാർട്ടിക്കായാലും കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് ലീവ് നൽകേണ്ടതായിട്ട് വരും. സ്പെഷ്യൽ ലീവ് ആയാലും സാധാരണ ലീവ് ആയാലും അത് അനുവദിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ ഇളവ് ചെയ്തു കൊടുക്കണമെന്ന് കേരളത്തിലെ ഗവൺമെന്റ് ഒരു കേസിലും പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ എന്റെ നിലപാട് ഇതാണ് വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചത്. അതിലൂടെ ഒരു നിലയിലും ഒരു ഇളവ് ഇന്ന പ്രതിക്ക് ജനുവരി 8-ന് പരോൾ കൊടുത്താൽ അപ്പൊ തൊട്ടടുത്ത ദിവസം പറയണ്ടേ? അങ്ങനെ ഒരു വിഷയം, അന്യായമായ വിഷയമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിൽ ഇദ്ദേഹത്തിന് അനുവദിച്ച ലീവ് സ്പെഷ്യൽ ലീവാണോ, സാധാരണ ലീവാണോ?
ലീവ് അയാൾക്ക് പുറത്തിറങ്ങാനേ പാടില്ല എന്നതാണോ UDFന്റെ നിലപാട്? ശരി, അവിടെ അവർ മറ്റേതെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെട്ടേനെ. അങ്ങേക്ക് പുറത്തിറങ്ങിയ ദിവസത്തെക്കുറിച്ചും എത്ര ദിവസം എന്നതിനെക്കുറിച്ചും ഈ നിഷാദിന്റെ കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ പോട്ടെ, നിഷാദ് ഈ പ്രകടനത്തിൽ പങ്കെടുത്തത് ശരിയാണോ? രാഷ്ട്രീയ പ്രകടനത്തിൽ പങ്കെടുത്ത മുദ്രാവാക്യം വിളിക്കാൻ നിഷാദിന് എങ്ങനെ സാധിക്കുന്നു? അത് പാർട്ടി തീരുമാനമല്ല, സർക്കാർ തീരുമാനമല്ല എന്നങ്ങ് പറയുന്നത്. അങ്ങയുടെ അഭിപ്രായം പറയും, അത് ചെയ്തത് ശരിയാണോ? അല്ല, ഞാൻ പറയുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനം ആര് നടത്തിയാലും ശരിയല്ലാന്നേ. അതിലങ്ങനെ ഒരാളുടെ മാത്രം കാര്യമല്ല. പരോളിൽ ഇറങ്ങിയിട്ട് എന്താണോ പരോളിന്റെ ഭാഗമായിട്ടുള്ള വ്യവസ്ഥയെങ്കിൽ ആ വ്യവസ്ഥ ആര് ലംഘിച്ചാലും അത് ശരിയല്ലാത്തതാണ്. അതിന് നിയമപരമായിട്ടുള്ള നടപടി എന്താണെങ്കിൽ അത് സ്വീകരിക്കുക തന്നെ വേണം. ശരി, ഏത് വ്യവസ്ഥയിലാണോ അദ്ദേഹത്തിന് ലീവ് അനുവദിച്ചത് ആ വ്യവസ്ഥയിൽ അദ്ദേഹം ഏതെങ്കിലും നിലയിൽ ആ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടോ? ശരി, ലംഘിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന്. ശരി. TP കേസിൽ വ്യവസ്ഥ ലംഘിച്ച ഒരാളെയും സംരക്ഷിക്കേണ്ട ആവശ്യം CPM-നില്ല. CPM-ന് പങ്കില്ല എന്നടക്കം അങ്ങ് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇടവേളയ്ക്ക് പോകുന്നു. അതിനുശേഷം തിരിച്ചെത്താം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.